മാഡം ഇത് പുഷ്പയാണ്. വാതിൽ തുറക്കൂ. എന്താ ഈ സമയത്ത്? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് വാതിൽ തുറക്കൂ. ആ. എന്തു പറ്റി? പേടിക്കണ്ട മാഡം, അകത്തൊരു ചെറിയ പണിയുണ്ട്. എന്ത് പണി? നിങ്ങളൊന്ന് അകത്തേക്ക് കേറ്, ഞാൻ അകത്ത് വന്ന് പറയാം. എന്താ? അതെ, നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് മാറിക്കേ. വാച്ച്മാൻ, നീ എന്തിനിപ്പോ ഡോർ അടച്ചത്? പേടിക്കണ്ട മാഡം, ഒരു ചെറിയ ജോലിയാണ്. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോക്കോളാം. എന്തൊക്കെയാ നീ പറയുന്നേ? ചെറിയ പണിയോ? എന്ത് പണി? നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ രാവിലെ എനിക്ക് കാണിച്ചു തന്നില്ലേ? വീണ്ടും ഒരിക്കൽ കൂടി കാണിച്ചു തരാമോ? എന്താ? വീണ്ടും ആഭരണങ്ങൾ കാണിക്കണമെന്നോ? എന്തിനാ കാണിക്കണ്ടേ? ദേഷ്യപ്പെടല്ലേ മാഡം, ഇദ്ദേഹത്തിനും ആ ആഭരണങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊന്നും കാണിക്കാൻ പറ്റില്ല. നീ ആഗ്രഹിച്ചത് കൊണ്ട് കാണിച്ചതാ എന്നും പറഞ്ഞ് വാച്ച്മാനെ ഒക്കെ കാണിക്കാൻ പറ്റുമോ? നീ ഇതിനെ ആവശ്യമില്ല ഇപ്പൊ സംസാരിക്കുന്നേ. ഇപ്പൊ എടുത്ത് കാണിക്കുന്നുണ്ടോ ഇല്ലയോ? നീ ഇപ്പൊ അത് എടുത്ത് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ ഇവിടെ വെട്ടി പീസ് പീസാക്കി അരിഞ്ഞിടും ഞാൻ. എന്ത് പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും? എന്തൊക്കെയാ പറയുന്നേ? നോക്കെ, ഞങ്ങൾ രണ്ടുപേരും നീ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല. ഞങ്ങൾ നല്ല പ്ലാനൊക്കെ തയ്യാറാക്കി ഏത് വീട്ടിലാണ് സ്ത്രീകൾ തനിച്ചുള്ളത് അവിടെ വേലക്കാരായിട്ട് എന്ന് അവിടുത്തെ ആഭരണങ്ങളൊക്കെ അടിച്ചോണ്ട് വരും. ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരുപാട് ഇതുപോലൊക്കെ ചെയ്തിട്ടുള്ളവരാ. ഞങ്ങളുടെ മേലിൽ ഒരുപാട് കേസുകളും ഉണ്ടടി. 1 മാസം മുമ്പാണ് ഞങ്ങൾ ജാമ്യം എടുത്ത് പുറത്തു വന്നത്. വന്നപ്പോ തന്നെ ആദ്യം കണ്ണിപ്പെട്ടത് നിന്റെ വീടാ. അതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ ജോലിക്കാരായിട്ട് വന്നത്. ഇവള് വേറെ ആരുമല്ല, എന്റെ ഭാര്യയാ. ഞങ്ങൾ വന്ന പണി പെട്ടെന്ന് തന്നെ തീർന്നു. നീ വേഗം ചെന്ന് ആ ആഭരണങ്ങൾ ഇരിക്കുന്ന ബാഗ് എടുത്തോണ്ട് പോവാ. നീ കൊണ്ട് തന്നില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ആ ബാഗ് കൊണ്ട് ഞങ്ങൾ പോകും. അനുസരിച്ചാ നിനക്ക് നല്ലത്. നോക്ക് വാച്ച്മാൻ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല വിവരമുണ്ടോ? വരുമ്പോ ഭക്ഷണം മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ നീ ഇങ്ങനൊക്കെ പറയുന്നേ? ഡീ, ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് പോയി ആ ബാഗ് എടുത്ത് എന്നെ താടി എടുത്തിട്ട് പാടി. തന്നില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ നിന്റെ ശവമായിരിക്കും വീഴാൻ പോകുന്നത്. കല്ലുപോലെ നിൽക്കുകയാണോ? പോയി ആ ആഭരണം എടുത്തിട്ട് പാടി. വെറുതെ കുറച്ച് സ്വർണത്തിന് വേണ്ടി നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തണ്ട, മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് പോയി നീ വെച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വരാൻ. നോക്ക്, ഈ മഹാപാപം നിങ്ങളെ വെറുതെ വിടില്ല. ആ, അതൊക്കെ ഞങ്ങൾ അനുഭവിച്ചോളാം. നീ പോയി ബാഗ് എടുത്തോണ്ട് പോവാ. കുറെ നേരം ആയല്ലോ പറയുന്നത്. പോയി എടുത്തിട്ട് പാടി. മര്യാദയ്ക്ക് പറയാൻ നിനക്ക് മനസ്സിലാവില്ലേ? പോയി എടുത്തോണ്ട് വരാൻ. കൊണ്ടുവന്നില്ലോടോ, അതിനെ വെട്ടി കൊന്നുകളയും. പോയി എടുത്തിട്ട് പാടി പെട്ടെന്ന്. ആ, പെട്ടെന്ന് എടുക്കേ. എന്താ താമസിക്കുന്നേ? എന്തൊരു അന്യായം കാണിക്കുന്നേ. ഇങ്ങോട്ട് താഴി. എന്റെ അമ്മോ, ഇത് കുറെ ഉണ്ടല്ലോ. ഞങ്ങൾ നിന്റെ ആഭരണങ്ങൾ എടുത്തിട്ട് പോയത് നീ നിന്റെ ഭർത്താവിനടുത്ത് പോലീസിനടുത്ത് പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ വെട്ടി കൊന്നുകളയും ഞാൻ. മനസ്സിലായോടി? അടങ്ങിയിരുന്നോണം കേട്ടല്ലോ. നിങ്ങളുടെ ഭർത്താവ് ഫോറിനിലല്ലേ ജോലി ചെയ്യുന്നത്. 2 വർഷം പണം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ആഭരണങ്ങൾ ഒരുപാട് വാങ്ങാലോ. ഞാൻ വീണ്ടും പറയുകയാണ്, പോലീസിനോട് ഇക്കാര്യം പറഞ്ഞാൽ പിന്നെ നിന്റെ ശരീരത്തിൽ ജീവൻ കാണില്ല. അതെ, ഒന്ന് വേഗം വാ. അയ്യോ, പാവാണെന്ന് കരുതി വീട്ടിലെ ജോലി കൊടുത്തപ്പോ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ ഈശ്വര. ഞാനിനി എന്ത് ചെയ്യും? ആരെന്താന്ന് അന്വേഷിക്കാതെ ജോലി കൊടുത്തതിന് എനിക്കിതൊക്കെ വേണം. ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. അപ്പോഴേ എന്റെ ഭർത്താവ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്റെ ഈശ്വര, ഞാൻ അദ്ദേഹത്തോട് ഇനി എന്ത് പറയും?